ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് സ്വിമ്മിംഗ് പൂൾ അന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയാണേ. കാരണം മോൾക്ക് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ് എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് ഈ രാത്രിയാണെന്ന് നോക്കിയില്ല. രാത്രി ആയിട്ടില്ല, ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പോയി ഫസ്റ്റ് അവളെ ഈ ഒരു ഇതിലൊക്കെ ഒന്ന് കയറ്റി, അവൾ ഹാപ്പി ആവത്തക്ക രീതിയിൽ ഈ ഒരു റൈഡുകളിലും കാര്യങ്ങളിലും ഒക്കെ ഒന്ന് കയറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമേ ഇതിൽ ടൈമുള്ളേ. ഇതിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ടായിരുന്നു. കയറിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലും പെട്ടെന്നൊന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡായ ആളിന് പിന്നെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി അടുത്ത സെക്ഷൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടി നമ്മളെ ഒരു ടൈം ഫിക്സ് ചെയ്തതിനകത്ത് കയറ്റി വിടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ കയറി കുറച്ച് നേരം അതിൽ കളിച്ച് ആ ഒരു ടൈമിന് അവിടെ വേറെ ഒരു കുട്ടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അവർ രണ്ടുപേരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അതിനകത്ത് നിന്നൊക്കെ കളിച്ച് രസിച്ചിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ആൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണം, പക്ഷേ പൂള് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ടൈം എടുത്തായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മുമ്പേ വന്ന ഫാമിലി അയച്ചു തന്ന ഒരിതായിരുന്നു കേട്ടോ. അവർ പോയിട്ടുണ്ടായിരുന്നു. അവരാദ്യമേ പോയി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം വന്ന് ഞങ്ങൾ നേരത്തെ ഒരു ദിവസം തിരിച്ചു പോയായിരുന്നു. അപ്പം ഈ പൂൾ അന്വേഷിച്ചാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പൂള് കണ്ട ഉടനെ നേരെ അവൾ എടുത്തങ്ങ് ചാടിയായിരുന്നു. അവൾ ഡ്രസ്സ് മാറാൻ പോലും 10 ദിവസം നിന്ന് തന്നില്ല എന്നുള്ളതാണ്. ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിൽ തന്നെയാണ് പൂളിലെടുത്ത് ചാടിയത്. പിന്നെ എന്താ പറയുക, അങ്ങനെ തിരക്കി പോയി. പക്ഷേ ഞാൻ വിചാരിച്ചു പൂളെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഹൈറ്റ് വെള്ളത്തിന് കാണും എന്നൊക്കെയാണ് വിചാരിച്ച് പോയത്. പക്ഷേ അവളുടെ മുട്ടിനൊപ്പം മാത്രമേ വെള്ളം ഉള്ളായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇത് കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷായി ആൾ കയറി ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി. ഞാൻ ആ സമയത്ത് കുറച്ച് നടന്ന്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.